10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല 2 പലഹാരങ്ങൾ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്കിന്ന് 2 തരം കളിയടക്ക ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നുമ്പോൾ കഴിക്കാൻ കൊടുക്കാം. ആദ്യം നമുക്ക് മധുരമില്ലാത്ത കളിയടക്ക ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാവുന്നതാണ്. അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് ചേർക്കുന്നത്. ക്യുമിനാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. ഞാൻ ചെറിയ ഉള്ളി ഇപ്പോൾ ചേർക്കുന്നില്ലേ. അത് നല്ലതുപോലെ ഒരു തരിതരെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. ഈ തേങ്ങയിൽ നിന്ന് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ പൊടി ഒന്ന് നനയും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നെയ്യ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മാവ് ഒന്ന് പ്രസ്സായിട്ടിരിക്കണം. അങ്ങനെ ഒരു പരുവത്തിനാക്കി നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. നല്ല തിളച്ച വെള്ളം, വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം പോരാ എന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഒരു 3/4 കപ്പ് വെള്ളം ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ച് നോക്കണം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് എങ്കിൽ നിർത്തുക. ചില പൊടികൾക്കനുസരിച്ച് വെള്ളം കുറച്ചധികം തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കാനേ പാടില്ല. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഉണ്ട ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. വെള്ളം കുറഞ്ഞു പോയാൽ നമുക്കൊരു തുള്ളി വെള്ളമൊക്കെ ഒന്ന് കൈ കൊണ്ട് കുടഞ്ഞിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിത്തീരും. ഇതുപോലെ കുഴച്ചെടുക്കുക. എപ്പോഴും വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്നാക്കുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ കുഞ്ഞി ബോൾസ് ആക്കി എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. ഒരുപാട് വലുതാക്കി ഉണ്ട എടുക്കരുത്. വളരെ ചെറിയ ബോൾസ് ആണെങ്കിലാണ് നല്ലത് കേട്ടോ. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ദിവസത്തേന് സൂക്ഷിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഗൾഫിലോട്ടോ മറ്റോ ഒക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കളിയടക്കയെല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മളത് തൊടാനേ പാടില്ല. നമ്മളങ്ങ് മാറി നിൽക്കണം. ആദ്യമേ ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് ഇളക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും. അതുകൊണ്ടൊരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ഒട്ടിപ്പിടിച്ചോ മറ്റോ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അല്ലാതെ കഞ്ഞി ഇളക്കും പോലെ ഇട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി വരും. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡ് കളറാകുമ്പോൾ കോരിയെടുക്കാം. ഒരുപാട് കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ചെറിയൊരു ഗോൾഡ് കളർ വന്ന് തുടങ്ങുമ്പോൾ തന്നെ കോരിയെടുക്കണം. കാരണം പുറത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി വെച്ചതിന് ശേഷവും നന്നായിട്ട് ഇതിൻ്റെ കളർ ഒന്നുകൂടിയൊക്കെ വ്യത്യാസം വരും. പിന്നെ തീരെ എണ്ണയൊന്നും കുടിക്കുന്ന സ്നാക്കല്ല. ബാക്കിയുള്ളതിനെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കറുമുറു ഇരിക്കുകയെന്ന്. ആ ഒരു സൗണ്ട് കേട്ടില്ലേ? നല്ല അടിപൊളി കറുമുറുന്നിരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മധുരം ഇഷ്ടപ്പെടണമെന്നില്ല. മധുരം ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. നല്ല കട്ടിയാണ് കഴിക്കാൻ. പക്ഷേ വായിലിട്ട് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ സോഫ്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് മധുരമുള്ള കളിയടക്ക ഉണ്ടാക്കാം. എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. അതിനായിട്ട് നമുക്കൊരു 3/4 കപ്പ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഉണ്ട ശർക്കര ചീകിയെടുത്തതാണ്. 3/4 കപ്പ് ശർക്കരയിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഉരുക്കി നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ ആദ്യം എടുത്തതുപോലെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക്
രണ്ട് നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് കൂടെ ചേർത്തതിന് ശേഷം തേങ്ങ ചേർക്കണം. ഞാനിപ്പോൾ ഒരു കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈ വെച്ച് നല്ലതുപോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. ചൂടോടുകൂടി തിളച്ച ചൂടോടുകൂടി ശർക്കരപ്പാനി എടുക്കുകയാണ്. ആദ്യം 1 കപ്പ് ശർക്കരപ്പാനിയുണ്ട്, അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് ശർക്കരപ്പാനിയോളം ഒഴിക്കുന്നുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് പിന്നെയും പൊടിയിൽ നനയാനുണ്ട് എങ്കിൽ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നേരത്തേതുപോലെ തന്നെ കുഞ്ഞു ബോൾസാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ശർക്കരപ്പാനിയുടെ പരുവം ഒരിക്കലും തെറ്റിപ്പോകരുത്. കാരണം ഇതൊന്ന് അലിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ഒരു നൂലാക്കാനോ ശർക്കരപ്പാനി തിക്കാക്കാനോ ഒന്നും പാടില്ല. ശർക്കരപ്പാനിയുടെ പാകം പിഴച്ചു പോയാൽ നമ്മളിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും, പക്ഷേ എണ്ണയിലേക്ക് ഇടുമ്പം അതങ്ങ് പൊളിഞ്ഞങ്ങ് എണ്ണയിൽ വീഴും. അതായിരിക്കും അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളിയടയ്ക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ മാവ് കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കളിയടയ്ക്ക ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പല്ലിന് ബലം കിട്ടാനെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടിയും പിന്നെ ശർക്കരയ്ക്ക് പകരം കരിപ്പട്ടി ചേർക്കും. നമ്മുടെ ഈ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല കരിപ്പട്ടിയും ചേർത്തിട്ട് നിറയെ മഞ്ഞളൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കും. നല്ലൊരു മഞ്ഞൾപ്പൊടിയുടെ മണമായിരിക്കും. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ഈ ഇതിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ നാക്കിലും കയ്യിലും ഒക്കെ മഞ്ഞ കളറുണ്ടാവും. അത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്നാക്ക് റെഡിയായി വരുന്നുണ്ട്. ശർക്കര ഇട്ടുള്ള കളിയടയ്ക്ക ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മധുരം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അകം കുക്കാകാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കറുമുറുന്നുള്ള കളിയടക്ക തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മധുരമുള്ളതും മധുരമില്ലാത്തതുമായ കളിയടക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, എത്രത്തോളം ക്രിസ്പി ആയിരിക്കുമെന്ന് അറിയാമല്ലോ. നല്ല ടേസ്റ്റാണ്. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് രണ്ടും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് ശർക്കരയുള്ളതാണ് കേട്ടോ. ഓണക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ വെക്കേഷൻ സമയത്തുമൊക്കെയാണ് ഇത് സാധാരണയായി ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.